വെൽക്കം ബാക്ക് ടു സിവിൽ ടെക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് S4 ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗിലെ ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റിൽ തേർഡ് മൊഡ്യൂളായിട്ടുള്ള ഇറിഗേഷനാണ്. സോ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഇറിഗേഷൻ. ആ ഇറിഗേഷൻ എന്ന് പറയുന്ന ടേം എന്താണ് സൂചിപ്പിക്കുന്നതെന്നാണ്. സോ ഇറിഗേഷൻ എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ സപ്ലൈ ഓഫ് വാട്ടറാണ്. എന്നുവെച്ചാൽ വാട്ടർ ആർട്ടിഫിഷ്യലായിട്ട് സപ്ലൈ ചെയ്യുന്നതാണ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. അതും എന്തിനു വേണ്ടി, അതാണ് മെയിൻ. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ആർട്ടിഫിഷ്യലായിട്ട് സപ്ലൈ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടി. അപ്പോൾ ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടി ആർട്ടിഫിഷ്യലായിട്ട് വാട്ടർ സപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇറിഗേഷൻ എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഇറിഗേഷൻ്റെ ആവശ്യകതകൾ? നെസസിറ്റി ഓഫ് ഇറിഗേഷൻ. ഈ റെയിൻഫോൾസ് എന്ന് വെച്ചാൽ നമുക്ക് മഴ സഫിഷ്യൻ്റായിട്ട് കിട്ടാത്ത സ്ഥലങ്ങളിൽ നമ്മൾ ഇറിഗേഷൻ ചെയ്യാറുണ്ട്. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അവിടെ നമുക്ക് ക്രോപ്പ് ഈൽഡ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ സെയിം തന്നെയാണ് പറയുന്നത് അൺഇവൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഇവനായിട്ടായിരിക്കില്ല ആ ഏരിയയിൽ മഴ പെയ്യുന്നത്. സോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ചെയ്യും. അതുപോലെ പെർണിയൽ ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ പെർണിയൽ ക്രോപ്സിൻ്റെ ഈൽഡ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറിഗേഷൻ കൊടുക്കാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ചോദിക്കാം, എന്താണ് പെർണിയൽ? പെർണിയൽ ക്രോപ്സ് എന്ന് പറഞ്ഞാൽ, പെർണിയൽ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ത്രൂ ഔട്ട് ദി ഇയർ. ഒരു ത്രൂ ഔട്ട് ദി ഇയറിൽ നമുക്ക് കൾട്ടിവേറ്റ് ചെയ്ത് എടുക്കുന്ന ക്രോപ്സിനെയാണ് പെർണിയൽ ക്രോപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പെർണിയൽ ക്രോപ്സിൻ്റെ കൾട്ടിവേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇറിഗേഷൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡെസേർട്ട് ഏരിയയിൽ, ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താണ്, മരുഭൂമി. അപ്പോൾ അതുപോലത്തെ ഡെസേർട്ട് ഏരിയയിൽ അഗ്രികൾച്ചറൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്കിത് ഇറിഗേഷൻ ആവശ്യമാണ്. ഈ നെസസിറ്റി തന്നെയാണ് സെയിം നമുക്ക് അടുത്തും പറയുന്ന ബെനിഫിറ്റ് എന്നുള്ള രീതിയിൽ. രണ്ടും ഒന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ക്രോപ്പ് ഈൽഡ് ഇൻക്രീസ് ചെയ്യാം. അതുപോലെ ഫെമൈൻ, പ്രൊട്ടക്ഷൻ ഫ്രം ഫെമൈൻ. ഫെമൈൻ എന്ന് ഉദ്ദേശിക്കുന്നത് ദാരിദ്ര്യം എന്നാണ് ഫെമൈൻ്റെ അർത്ഥം. അപ്പം ദാരിദ്ര്യമുള്ള സ്ഥലങ്ങളിൽ അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഏരിയാസ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇറിഗേഷൻ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സുപ്പീരിയർ ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യാം. പിന്നെയുള്ള എലിമിനേഷൻ ഓഫ് മിക്സഡ് ക്രോപ്പിംഗ് ആണ്. മിക്സഡ് ക്രോപ്പിംഗ് എലിമിനേറ്റ് ചെയ്താലുള്ള ഏറ്റവും വലിയ ഉപയോഗം എന്ന് പറഞ്ഞാൽ മിക്സഡ് ക്രോപ്പിംഗ് ഒഴിവാക്കുന്നതോടുകൂടി അവിടുത്തെ ഈൽഡിൻ്റെ ക്രോപ്പിനുണ്ടാവുന്ന ഈൽഡിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരും. ക്വാളിറ്റി മീൻസ് സൈസ് അടക്കം അതിൽ വ്യത്യാസം വരും. അതാണ് എലിമിനേഷൻ ഓഫ് മിക്സഡ് ക്രോപ്പിംഗ്. അടുത്ത എക്കണോമിക്കൽ ഡെവലപ്മെൻറ്റ് പറയുന്നുണ്ട്. ഹൈഡ്രോ പവർ ജനറേഷൻ, ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ വാട്ടർ സപ്ലൈ. ദീസ് ആർ ദി ബെനിഫിറ്റ്സ് ഓഫ് ഇറിഗേഷൻ. ഇനി നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നത് ബേസിക് ആയിട്ടുള്ള ടൈപ്സ് ഓഫ് ഇറിഗേഷനാണ്. എന്തൊക്കെ ടൈപ്സ് ഓഫ് ഇറിഗേഷനാണ് ഉള്ളതെന്ന് നോക്കാം. ബേസ്ഡ് ഓൺ സോഴ്സ് ഓഫ് ലെവൽ ഓഫ് വാട്ടർ. വാട്ടറിൻ്റെ ലെവൽ ബേസ് ചെയ്തിട്ട് നമ്മൾ ആദ്യം രണ്ട് ക്ലാസിഫിക്കേഷനാണ് പറയുന്നത്. സോ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫ്ലോ ഇറിഗേഷനാണ്. രണ്ടാമത് പറയുന്നത് ലിഫ്റ്റ് ഇറിഗേഷൻ. ഓക്കെ, ഫസ്റ്റ് പറയുന്നത് ഫ്ലോ ഇറിഗേഷൻ, രണ്ടാമത് പറയുന്നത് ലിഫ്റ്റ് ഇറിഗേഷൻ. ഫ്ലോ ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ ഹൈ ലെവലിൽ നിന്ന്, ഈ ഫിഗർ നോക്കിയാൽ മതി, ഹൈ ലെവലിൽ നിന്ന് ലോ ലെവലിലോട്ട് ഗ്രാവിറ്റി ബേസിസിൽ വാട്ടർ ഫ്ലോ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഫ്ലോ ഇറിഗേഷൻ എന്ന് പറയുന്നത്. നോർമലി നമ്മുടെ റിവേഴ്സിലൊക്കെ നടക്കുന്ന, അല്ലെങ്കിൽ മൗണ്ടെയിനിൽ നിന്ന് നമ്മൾ വാട്ടറൊക്കെ വരുന്ന കണ്ടിട്ടില്ലേ, സോ അത് ഫ്ലോ ഇറിഗേഷൻ തന്നെയാണ് നടക്കുന്നത്. ഇനി ലിഫ്റ്റ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളിലൊക്കെ വെല്ല് കാണും. വെല്ലിൽ നടക്കുന്നത് ലിഫ്റ്റ് ഇറിഗേഷനാണ്. വേറൊന്നുമല്ല, ലോവർ ലെവലിൽ നിന്ന് മെക്കാനിക്കലിയോ അല്ലെങ്കിൽ മാനുവലിയോ എന്ത് ചെയ്യുന്നുണ്ട്, ഹയർ ലെവലിലോട്ട് നമ്മൾ വാട്ടർ എടുക്കുന്നുണ്ട്, ലിഫ്റ്റ് ചെയ്ത് കയറ്റുന്നുണ്ട്. സോ അതാണ് ലിഫ്റ്റ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് രണ്ട് ടൈപ്പ് ഓഫ് ഇറിഗേഷൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്ലോ ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വെൻ ദി വാട്ടർ ഈസ് അവൈലബിൾ അറ്റ് എ ഹയർ ലെവൽ, ഇറ്റ് ഈസ് supplied to lower level by the action of gravity. That is called flow irrigation. ഓക്കെ, അതാണ് ഫ്ലോ ഇറിഗേഷൻ. അടുത്ത ലിഫ്റ്റ് ഇറിഗേഷൻ. ലിഫ്റ്റ് ഇറിഗേഷനെ നമ്മൾ പറയുന്ന വേറൊരു പേരാണ് വെൽ ഇറിഗേഷൻ. ഇഫ് ദി വാട്ടർ ഈസ് ലിഫ്റ്റഡ് അപ്പ് ബൈ സം മെഷീൻസ് ഓർ മാനുവൽ മീൻസ് ദെൻ സപ്ലൈഡ് ലാൻഡ്, ഇറ്റ് ഈസ് കോൾഡ് ലിഫ്റ്റ് ഇറിഗേഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ലിഫ്റ്റ് ഇറിഗേഷനും ഫ്ലോ ഇറിഗേഷനെ കുറിച്ച് പറയാനുള്ള. ഇനി ടൈപ്സ് നോക്കുന്ന സമയത്ത് ഇത് രണ്ടും മാത്രമല്ല നമുക്ക് മെയിനായിട്ട് വരുന്നത്. മെയിൻലി ഉള്ളത് ഫ്ലോയും ലിഫ്റ്റും ആണെങ്കിൽ ഇതിൻ്റെ സബിൽ ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. വേറൊന്നുമല്ല,
ലിഫ്റ്റിൽ നമുക്കിനി ഒന്നും പറയാനില്ല. ഫ്ലോ ഇറിഗേഷൻ വരുമ്പോൾ അത് തന്നെ 2 ടൈപ്പ് പറയുന്നുണ്ട്, പെർനിയൽ ഇറിഗേഷനും ഇനണ്ടേഷൻ ഇറിഗേഷനും. ഈ ഇനണ്ടേഷൻ ഇറിഗേഷൻ്റെ വേറൊരു പേരാണ് ഫ്ലഡ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പെർനിയൽ ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് ദി ഇയറിൽ ഇറിഗേഷൻ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ പെർനിയൽ ഇറിഗേഷൻ എന്നും, ഫ്ലഡ് ഉള്ള സമയത്ത് മാത്രമേ ഇറിഗേഷൻ ഉള്ളൂ എങ്കിൽ അതിനെ ഇനണ്ടേഷൻ ഇറിഗേഷൻ എന്നും പറയും. ഈ പെർനിയൽ ഇറിഗേഷൻ തന്നെ അഗെയിൻ ക്ലാസിഫൈഡ് ഇൻറ്റു 3 ടൈപ്സ്: ഡയറക്റ്റ് ഇറിഗേഷൻ, സ്റ്റോറേജ് ഇറിഗേഷൻ ആൻഡ് കമ്പൈൻഡ് ഇറിഗേഷൻ. ഇതാണ് മെയിനായിട്ടുള്ള ടൈപ്സ്. ഓക്കെ, നെക്സ്റ്റ് നമ്മളിനി നോക്കാൻ പോകുന്ന മെത്തേഡ്സ് ഓഫ് ഇറിഗേഷൻ ആണ്. മെത്തേഡ്സ് ഓഫ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് 4 ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്: സർഫസ് ഇറിഗേഷൻ, സബ് സർഫസ് ഇറിഗേഷൻ, സ്പ്രിംഗ്ലർ ഇറിഗേഷൻ, ഡ്രിപ്പ് ഇറിഗേഷൻ. ഡ്രിപ്പിന് തന്നെ വേറൊരു പേരൂടെ പറയുന്നുണ്ട്, ട്രിക്കിൾ ഇറിഗേഷൻ. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മളിതിൽ നോക്കാൻ പോകുന്ന സർഫസ് ഇറിഗേഷൻ ആണ്. ഇതിൽ ക്ലാസിഫിക്കേഷൻസ് ഒരുപാട് ഉള്ളതും സർഫസ് ഇറിഗേഷൻ തന്നെയാണ്. സർഫസ് ഇറിഗേഷൻ അഗെയിൻ ക്ലാസിഫൈഡ് ഇൻറ്റു 3 ടൈപ്സ്: flooding method, furrow method, contour farming. This flooding method is mainly classified into again 2 types: wild flooding, controlled flooding. And controlled flooding is again classified into 6 types: free flooding, contour laterals, border strip, check flooding, basin flooding, zigzag method. These are the methods of irrigation. ഇനി ഇത് ഓരോന്നും നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെയൊക്കെ ജസ്റ്റ് ഒന്ന് ഫിഗർ ഒന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് മെയിനായിട്ട് ടോപ്പിക്കിലോട്ട് പോവാം. ആദ്യം കാണുന്ന ഡ്രിപ്പ് ഇറിഗേഷൻ ആണ്. ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, ജസ്റ്റ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ഈ ചെടിക്ക് വെള്ളം നനയ്ക്കുന്ന ഹോസ് കാണുമല്ലോ. അപ്പോൾ ആ ഒരു ഹോസിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഹോൾസ് ഇട്ടിട്ട് അവിടെ കൂടെ നമുക്ക് ചെറിയ രീതിയിൽ തന്നെ റൂട്ടിന് ഡയറക്റ്റായിട്ട് വെള്ളം വരുന്നത്. ഇത് ഞാനൊരു എക്സാമ്പിളായിട്ടാണ് പറയുന്നത്, പ്രോപ്പറായിട്ട് പറയുന്നതല്ല. അപ്പോൾ അതിൽ എന്ത് ചെയ്യും, ഡയറക്റ്റ് റൂട്ടിലേക്ക് വെള്ളം കൊടുക്കുന്നുണ്ടെങ്കിൽ അതാണ് ഡ്രിപ്പ് ഇറിഗേഷൻ. സർഫസ് ഇറിഗേഷൻ എന്ന് വെച്ചാൽ നോർമലി ഈ കാണുന്ന ഫിഗറാണ്. നോർമലി ഉള്ള പോലെ സർഫസിൽ നിന്ന് നമ്മൾ ഇറിഗേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സബ് സർഫസ് ഇറിഗേഷനും ഡ്രിപ്പ് ഇറിഗേഷനും ഏകദേശം ഒന്ന് തന്നെയാണ്. സ്പ്രിംഗ്ലർ ഇറിഗേഷൻ ഫിഗർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, സ്പ്രേ ചെയ്തിട്ടായിരിക്കും സ്പ്രിംഗ്ലർ ഇറിഗേഷൻ പോകുന്നത്. ഏകദേശം ഇതിൻ്റെ ഒരു ഐഡിയ വേണം, കാരണം ഫിഗർ മനസ്സിലുണ്ടെങ്കിൽ നമ്മളിനി പറയുന്നതെല്ലാം പെട്ടെന്ന് സെറ്റാവും. ഇതാണ് സർഫസ് ഇറിഗേഷൻ. ഇനി അങ്ങോട്ട് പറയുമ്പം യൂസ് ആവുന്ന സാധനമാണ് കോണ്ടൂർ ഫാമിങ്. ഇതിപ്പോൾ ഫിഗർ വെച്ച് പറയുന്നതേ ഉള്ളൂ, ഒരു പ്രോപ്പറായിട്ട് ഇപ്പം നെക്സ്റ്റ് ഇതെല്ലാം ഫിഗർ കാണിച്ചിട്ട് നമുക്ക് പറയാം. കോണ്ടൂർ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മൂന്നാർ ഏരിയയിലോട്ടൊക്കെ പോകുന്ന സമയത്ത് നമുക്കറിയാം തേയില നട്ടേക്കുന്നത്. അപ്പോൾ ഈ തേയില നട്ടേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു കോണ്ടൂർ ഫാമിംഗ് സെറ്റ് ചെയ്തിട്ടാണ്. എന്ന് പറഞ്ഞാൽ അത്രയും സ്ലോപ്പായിട്ടുള്ള സ്ഥലത്തിന് നമ്മൾ എന്ത് ചെയ്യും, ഒരു ടെറസ് പോലെ അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു സ്റ്റെപ്ഡ് മാനറിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ബണ്ട് സെറ്റ് ചെയ്തിട്ട് അതിലായിരിക്കും ഈ പറയുന്ന ക്രോപ്പ് ഈൽഡ് ചെയ്തിരിക്കുന്നത്. സോ അങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ കോണ്ടൂർ ഫാമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഫ്രീ ഫ്ലഡിങ് ആണ്. ഫ്രീ ഫ്ലഡിങ് സർഫസ് ഫ്ലഡിങ്ങിൻ്റെ തന്നെയാണ് വരുന്നത്. ഇനി ഇതൊരു ബോർഡർ സ്ട്രിപ്പ് മെത്തേഡാണ്. ബോർഡർ സ്ട്രിപ്പ് മെത്തേഡ് എന്താണെന്ന് നമ്മളിപ്പോൾ പഠിക്കും. ദെൻ ഇത് റിംഗ് ബേസിൻ മെത്തേഡാണ്. നിങ്ങൾ വേറൊന്നുമില്ല, നമ്മൾ വീട്ടിലൊക്കെ ഈ തെങ്ങിന് തടമെടുക്കുന്ന അല്ലെങ്കിൽ വാഴയ്ക്ക് തടമെടുക്കുന്നൊക്കെ കേട്ടിട്ടില്ലേ? സോ കൂടുതലും തെങ്ങിനാണ്. അപ്പോൾ ആ സാധനമാണ് റിംഗ് ബേസിൻ മെത്തേഡിൽ വരുന്നത്. ഈ ഫിഗർ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഒരു ബേസിൻ പോലെ നമ്മൾ വെള്ളം കെട്ടി നിർത്തിയിട്ട് ആ ഒരു ട്രീക്ക് കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ ആ ഒരു ബേസിൻ 2 ട്രീസിനൊക്കെ ഒരുമിച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. ഇതാണ് റിംഗ് ബേസിൻ മെത്തേഡിൽ വരുന്നത്. ഓക്കെ, ഇത് തന്നെയാണ് നമ്മൾ നോക്കിയ ഫിഗർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ കോണ്ടൂർ ലാറ്ററൽസ് വേറൊന്നുമല്ല, നമ്മൾ നേരത്തെ കോണ്ടൂർ ഫാമിംഗ് പറഞ്ഞു. ആ കോണ്ടൂർ ഫാമിങ്ങിൽ തന്നെ ഡിച്ചസ് കൂടെ വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോണ്ടൂർ ലാറ്ററൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിഗേഴ്സ് ഒന്ന് കണ്ടിരിക്കാം. നമുക്കപ്പോൾ മെയിൻ പോർഷനിലോട്ട് പോവാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് സർഫസ് ഇറിഗേഷൻ ആണ്. സർഫസ് ഇറിഗേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സർഫസിൽ വെള്ളം കെട്ടി നിർത്തി നമ്മൾ ഇറിഗേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഗ്രാവിറ്റി ബേസിസിൽ ഇറിഗേറ്റ് ചെയ്യുന്നതിനെയാണ് സർഫസ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ പറയുന്ന സർഫസ് ഇറിഗേഷൻ്റെ ഫസ്റ്റ് മെത്തേഡാണ് എന്തെന്ന് പറയുന്നത്, ഫ്ലഡിങ് മെത്തേഡ്. ഈ ഫ്ലഡിങ് മെത്തേഡ് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഒന്നെന്താണ് വൈൽഡ് ഫ്ലഡിങ്ങും ഒന്ന് കൺട്രോൾഡ് ഫ്ലഡിങ്ങും. അപ്പോൾ വേറെ ഒന്നുമില്ല, വൈൽഡ് ഫ്ലഡിങ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ എത്ര ക്വാണ്ടിറ്റിയിലാണ് വെള്ളം ഇറിഗേറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റത്തില്ല, എന്ന് വെച്ചാൽ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ആ പേര് പോലെയാണ്, വൈൽഡ് ഫ്ലഡിങ് എന്നാണ് പറയുന്നത്. കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഈ ഒരു വൈൽഡ് ഫ്ലഡിങ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് വേസ്റ്റേജ് ഉണ്ടാവും വാട്ടർ. അതുപോലെ തന്നെ നമുക്ക് ലാൻഡ് പ്രിപ്പറേഷൻ്റെ ആവശ്യമൊന്നുമില്ല വൈൽഡ് ഫ്ലഡിങ് ആണ് വരുന്നതെങ്കിൽ. നെക്സ്റ്റ് കൺട്രോൾഡ് ഫ്ലഡിങ് ആണ് പറയുന്നത്. കൺട്രോൾഡ് എന്ന് പറയുമ്പോൾ ലാൻഡൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് അതിൽ എത്ര എമൗണ്ടിലുള്ള വാട്ടർ അവിടെ ഇറിഗേറ്റ് ചെയ്യണം, ഇതൊക്കെ നമുക്ക് തന്നെ എന്ത് ചെയ്യാം, ഡിസൈഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഫ്ലഡിങ്ങിലുള്ള 2 ടൈപ്പ്, വൈൽഡും കൺട്രോൾഡ് ഫ്ലഡിങ്ങും. ഓക്കെ, നമുക്കൊന്ന് വായിച്ചു നോക്കാം.
Flooding method. Flooding method, it consists of opening a water channel in a plot or field so that water can flow freely in all directions or covers the surface of the land in a continuous sheet. It is further subdivided into two: wild flooding and controlled flooding. Wild flooding, quantity of directions of water not controlled, more wastage of water, applicable in case of smooth or flat land, no need of land preparation. Then controlled flooding, quantity of directions of flow are controlled and need land preparation. And then second method, furrow irrigation. Furrow is a large narrow irrigation trench. ഫറോ എന്ന് പറയുന്നത് എന്താണ്? ഒരു ലാർജ് ആയിട്ടുള്ള നാരോ അറിയാലോ, വീതി കുറഞ്ഞ ഇറിഗേഷൻ്റെ ഒരു ട്രെഞ്ചിനെയാണ് നമ്മൾ ഫറോ എന്ന് പറയുന്നത്. ഈ ഫറോയിലായിരിക്കും വെള്ളം കെട്ടി നിർത്തിയിട്ട് നമ്മൾ ഇറിഗേറ്റ് ചെയ്യുന്നത്. ഈ ഒരു ഫറോ ഇറിഗേഷൻ എപ്പോഴും മോഡറേറ്റ് ഇൻഫിൽട്രേഷൻ സോയിൽസിന് മാത്രമേ യൂസ്ഫുൾ ആവത്തുള്ളൂ. അതുപോലെ തന്നെ ഇവാപ്പറേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഫറോ ഇറിഗേഷന് കഴിയും. സ്റ്റാൻഡിങ് അല്ലെങ്കിൽ റോ ടൈപ്പ് ക്രോപ്സിന് മാത്രമാണ് നമ്മൾ ഫറോ ഇറിഗേഷൻ ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് മെത്തേഡ്, കോണ്ടൂർ ഫാമിംഗ്. ഓർമ്മയുണ്ടോ? നമ്മൾ പറഞ്ഞു മൂന്നാറിലോട്ട് പോകുമ്പം ആ ഒരു തേയിലത്തോട്ടം, അതാണ് കോണ്ടൂർ ഫാമിംഗ്. ആ ഫിഗർ ഒന്ന് ഓർത്തെടുക്കുക. എങ്ങനെയായിരിക്കും വരുന്നത്? അത്യാവശ്യം നല്ല സ്ലോപ്പായിട്ടുള്ള ഏരിയയിൽ ഒരു ടെറസ് പോലെ അല്ലെങ്കിൽ ഒരു സ്റ്റെപ്ഡ് മാനറിൽ സെറ്റ് ചെയ്തിട്ട് അതിലായിരിക്കും നമ്മൾ പ്ലാന്റ്സ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് മെത്തേഡ് ഈസ് നോൺ ആസ് കോണ്ടൂർ ഫാമിംഗ്. First point, terrace farming, and second, slope is converted into series of horizontal strips terrace. ആൻഡ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പ്രിവെൻറ്റ് സോയിൽ എറോഷൻ ഇൻ ഹില്ലി റീജിയനിലുള്ള സോയിൽ എറോഷൻ നമുക്കൊരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാൻ പറ്റും. ദെൻ നെക്സ്റ്റ് കൺട്രോൾഡ് ഫ്ലഡിംഗ് ആണ്. ഈ കൺട്രോൾഡ് ഫ്ലഡിങ്ങിനെ നമ്മൾ പറഞ്ഞു വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് 6 ടൈപ്പിൽ. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ പറയുന്നത് ഫ്രീ ഫ്ലഡിംഗ് ആണ്. ഈ ഫ്രീ ഫ്ലഡിങ്ങിനെ നമ്മൾ ത്രൂ ഫീൽഡ് ചാനൽ മെത്തേഡ് എന്നുകൂടെ പറയുന്നുണ്ട്. അതുപോലെ എൻ്റയർ ഏരിയനെ തന്നെ ചെറിയ ചെറിയ സ്ട്രിപ്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ആ സ്ട്രിപ്സിനെ നമ്മൾ ഫീൽഡ് ചാനൽസ് എന്ന് തന്നെയാണ് പറയുന്നത്, അല്ലെങ്കിൽ ലാറ്ററൽസ് എന്ന് പറയാം. എഫിഷ്യൻസി വളരെ കുറവാണ്. അതുപോലെ രണ്ടാമത് കോണ്ടൂർ ലാറ്ററൽസ്, അതിൻ്റെയും ഫിഗർ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു കോണ്ടൂർ ലാറ്ററൽസിൻ്റെ പ്രത്യേകത? കോണ്ടൂർ ഫാമിംഗ് പോലെ തന്നെ, പക്ഷേ അതിൻ്റെ ഇടയിൽ വെള്ളം കെട്ടി നിർത്താൻ വേണ്ടിയിട്ട് ഒരു ലാറ്ററൽസ് കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിനെയാണ് കോണ്ടൂർ ലാറ്ററൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോണ്ടൂർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത്യാവശ്യം സ്ലോപ്ഡ് ആയിട്ടുള്ള ഏരിയയിലായിരിക്കും ഇത് കാണുന്നത്. അടുത്ത ബോർഡർ സ്ട്രിപ്പ് മെത്തേഡ്, ഇതിൻ്റെ ഫിഗർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്താണ്? ഒരു വലിയ ലാൻഡ് കാണും, ആ ലാൻഡിനെ നമ്മൾ ഡിവൈഡ് ചെയ്യും. പക്ഷേ സ്ട്രിപ്പായിട്ടായിരിക്കില്ല, കുറച്ച് അത്യാവശ്യം വലിയ സൈസിൽ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് അതിനൊരു ബോർഡറൊക്കെ കൊടുക്കും. ഈ വലിയ സൈസ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന വേറെ ഒന്നുമല്ല, ഒരു വിഡ്ത്ത് 10 to 20 മീറ്ററും അതുപോലെ തന്നെ നീളം എന്ന് പറയുന്നത് 100 to 400 അല്ലെങ്കിൽ ഒരു 200 to 400 റേഞ്ചിലായിരിക്കും നമ്മളതിൻ്റെ നീളം പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ബോർഡറോട് കൂടി നമ്മൾ എന്ത് ചെയ്യും? ഒരു വലിയൊരു ലാൻഡിന് ഒരു ചെറിയ രീതിയിലുള്ള ഒരു പ്ലോട്ട് പോലെ നമ്മളത് സെറ്റ് ചെയ്തെടുത്തിട്ട് ചെയ്യുന്ന മെത്തേഡാണ് ബോർഡർ സ്ട്രിപ്പ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് മോഡറേറ്റ് ഇൻഫിൽട്രേഷനുള്ള സോയിൽസിൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ചെക്ക് ഫ്ലഡിംഗ് ആണ്. ചെക്ക് ഫ്ലഡിങ്ങിന് എന്ന് പറയുന്നത് ഫ്രീ ഫ്ലഡിംഗ് പോലെ തന്നെയാണ് ചെക്ക് ഫ്ലഡിങ്ങും വരുന്നത്. ഇതിൽ മെയിനായിട്ട് ഓർത്തിരിക്കേണ്ടതെന്ന് വെച്ചാൽ പാഡി കൾട്ടിവേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഏത് മെത്തേഡാണെന്ന് ചോദിച്ചാൽ അതെന്താണ്? ചെക്ക് ഫ്ലഡിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ ഒരു വാട്ടർ എന്ന് പറയുമ്പോൾ സ്റ്റാൻഡിങ് അടിച്ച് നമ്മളിപ്പം നെല്ലിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ, നെല്ലിൽ വെള്ളം കെട്ടി നിർത്തിയിട്ടാണ് നമ്മൾ അതിൽ ഇറിഗേഷൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ടൈപ്സിന് മാത്രമേ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റൂ? ചെക്ക് ഫ്ലഡിങ് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ ഏരിയ പറയുകയാണെങ്കിൽ 400 to 500 മീറ്റർ സ്ക്വയർ ആണ് വരുന്നത്. നെക്സ്റ്റ് ബേസിൻ ഫ്ലഡിങ്, ഇതും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഫിഗർ. നമ്മുടെ എന്താണ് തെങ്ങിനൊക്കെ തടയെടുക്കുന്ന കാര്യം പറഞ്ഞില്ലേ, അതാണ് റിംഗ് ബേസിൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ബേസിൻ ഫ്ലഡിംഗ് എന്ന് പറയും. വേറെ ഒന്നുമല്ല, ഓരോ പ്ലാന്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഓരോ റിംഗ് ബേസിൻ സെറ്റ് ചെയ്യും. വെറും ഒരു തടമെടുക്കുന്ന എങ്ങനെയാണോ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോ റിങ്, അത് ചിലപ്പം ഒരു റിങ് ഒരു ട്രീക്ക് മാത്രമായിരിക്കും, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കത്തില്ല, 2 ട്രീസിന് ഒരുമിച്ചായിരിക്കും ഒരു റിങ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്കത് ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ എക്സാമിന് കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഏതൊക്കെ ട്രീസിനാണ് യൂസ്ഫുൾ ആവുന്നത്. ഓർക്കിഡ് ട്രീസ് ആൻഡ് സിട്രസ് ട്രീസിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൂടുതലും ഇത്
യൂസ്ഡ് ആവുന്നത്. അതുപോലെ തന്നെ അടുത്ത ലാസ്റ്റ് മെത്തേഡാണ് സിക്സാക് മെത്തേഡ്. സിക്സാക് മെത്തേഡ് എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, നമുക്കൊരു ലാൻഡ് കാണാം, ആ ലാൻഡിൽ ഒരു സിക്സാക് മാനറിലോട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, വാട്ടർ കടത്തി വിടുന്നത് ഇറിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് സിക്സാക് മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്തത് സബ് സർഫസ് ഇറിഗേഷൻ ആണ്. സർഫസ് ഇറിഗേഷൻ കഴിഞ്ഞു, നെക്സ്റ്റ് സബ് സർഫസ് ഇറിഗേഷൻ. വേറെ ഒന്നുമല്ല, വാട്ടർ ഡയറക്റ്റ് ആയിട്ട് റൂട്ടിന് കൊടുക്കുന്ന ഒരു ടൈപ്പാണ് സബ് സർഫസ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. ഹയസ്റ്റ് വാട്ടർ അപ്ലിക്കേഷൻ എഫിഷ്യൻസിയാണ്. ഈ പറഞ്ഞ സബ് സർഫസ് ഇറിഗേഷൻ പോലെ തന്നെ എഫിഷ്യൻസി കൂടിയ, അല്ലെങ്കിൽ ഇതിനേക്കാളും സബ് സർഫസിനേക്കാളും എഫിഷ്യൻസി കൂടിയ ഒരു ടൈപ്പാണ് ഇനി പറയാൻ പോകുന്ന ഡ്രിപ്പ് ഇറിഗേഷൻ. ഡ്രിപ്പ് ഇറിഗേഷൻ്റെ വേറൊരു പേരാണ് ട്രിക്കിൾ ഇറിഗേഷൻ. അപ്പോൾ ഇതിൽ ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് വെച്ചാൽ മൈക്രോ ഇറിഗേഷൻ സിസ്റ്റം എന്നാണ് പറയുന്നത്. ഹയസ്റ്റ് വാട്ടർ ആപ്ലിക്കേഷനാണ്, ഒരു 90% വരെയൊക്കെ എഫിഷ്യൻസി ഉണ്ട്. അതുപോലെ ഏത് ടൈപ്പ് സോയിൽസിനും ഡ്രിപ്പ് ഇറിഗേഷൻ യൂസ് ചെയ്യാവുന്നതാണ്. ദെൻ ലാസ്റ്റ് മെത്തേഡ് ഓഫ് ഇറിഗേഷൻ സ്പ്രിംഗ്ലർ ഇറിഗേഷൻ. നമ്മളതും ഫിഗർ കണ്ടാണ്, സ്പ്രേ ടൈപ്പിൽ യൂണിഫോം ആയിട്ട് വാട്ടർ ഇറിഗേറ്റ് ചെയ്യുന്നതിനെയാണ് സ്പ്രിംഗ്ലർ ഇറിഗേഷൻ എന്ന് പറയുന്നത്. Water is supplied in the form of sprinklers or spray. Application in case of soil with a high tendency of soil erosion. ഈ സോയിൽ എറോഷന് സാധ്യതയുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ ഈ മെത്തേഡ് കൂടുതലും യൂസ് ചെയ്യുന്നത്. അതുപോലെ യൂണിഫോം ആയിട്ട് ഈ വാട്ടർ അവിടെ കിട്ടുന്നുണ്ട്. യൂണിഫോം വാട്ടർ ആപ്ലിക്കേഷൻ ഈസ് പോസിബിൾ. അതുപോലെ ഹൈ ഇലക്ട്രിക് ഇൻപുട്ടും ആവശ്യമാണ്. നീഡ് ഹൈ ഇലക്ട്രിക് ഇൻപുട്ട്. ഹൈ വിൻഡ്സ് വിൽ എഫക്റ്റ് ഇറ്റ് എഫിഷ്യൻസി. എന്ന് വെച്ചാൽ ഇപ്പോൾ അത്യാവശ്യം നല്ല കാറ്റുള്ള കാലാവസ്ഥയാണെങ്കിൽ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബാധിക്കും, എഫിഷ്യൻസി കുറയും. നോർമലി ഒരു ആവറേജ് എഫിഷ്യൻസി എന്ന് പറയുന്നത് 80% ആണ്. അപ്പോൾ ഇത്രയുമാണ് മെത്തേഡ്സ് ഓഫ് ഇറിഗേഷനിൽ വരുന്നത്.